എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. പരവൂരിൽ വെടിക്കെട്ട് നടത്താൻ പോലീസ് ഒത്താശ ചെയ്തതിന് തെളിവ്. വെടിക്കെട്ടിന് അനുമതി നൽകാമെന്ന് SP കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. അറസ്റ്റിലായ 13 പേരെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും ക്ഷേത്ര ഭാരവാഹികൾക്ക് പരുക്കേറ്റിട്ടില്ലല്ലോ എന്ന് കോടതി. പ്രധാനമന്ത്രിയുടെ പരവൂർ സന്ദർശനം അസൗകര്യമുണ്ടാക്കിയെന്ന് ആരോഗ്യവകുപ്പും. VVIP സാന്നിധ്യം ചികിത്സ തടസ്സപ്പെടുത്തി. ഗുരുതരമായി പൊള്ളലേറ്റവരുടെ പരിചരണം മുടങ്ങിയെന്ന് ആരോഗ്യ ഡയറക്ടർ. സന്ദർശനം ഗുണമേ ചെയ്തുള്ളൂവെന്ന് രമേശ് ചെന്നിത്തല. ദുരന്ത ദിനത്തിലെ സന്ദർശനം ഒഴിവാക്കാമായിരുന്നുവെന്ന് യെച്ചൂരി. തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 1 മാസത്തിന്റെ ദൂരം മാത്രം. തിരുവല്ലയിലെ തർക്കം തീർന്നു. ജോസഫ് M പുതുശ്ശേരിയെ വിജയിപ്പിക്കുമെന്ന് PJ കുര്യൻ. കണ്ണൂരിലെയും ഇരിക്കൂറിലെയും വിമതന്മാരെ കോൺഗ്രസ് പുറത്താക്കി. പൂരലഹരിയിൽ തൃശൂർ. പൂരത്തിന് നന്ദി കുറിച്ച് തെക്കേ ഗോപുര നട തുറന്നു. നാളെ തൃശൂർ ജനസാഗരമാകും. ചമയപ്രദർശനം ആസ്വദിച്ച് ആയിരങ്ങൾ. സുൽത്താൻ അസ്ലം ഷാ കപ്പ് ഹോക്കിയിൽ കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ഫൈനലിൽ ഇന്ത്യയെ എതിരില്ലാത്ത 4 ഗോളിന് തകർത്തു. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. പ്രധാനമന്ത്രിയുടെ മെഡിക്കൽ കോളേജ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിമർശനവുമായി ആരോഗ്യവകുപ്പും. പ്രധാനമന്ത്രിക്കൊപ്പം 100ഓളം പേർ വാർഡിൽ പ്രവേശിച്ചത് ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. VVIP സന്ദർശന വേളയിൽ ഡോക്ടർമാരും നഴ്സുമാരും പുറത്തുപോവാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതോടെ നിർണായക മണിക്കൂറുകളിൽ ചികിത്സ നൽകാൻ കഴിഞ്ഞില്ലെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ R രമേശ് പറഞ്ഞു. പ്രധാനമന്ത്രിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സന്ദർശനവുമായി ബന്ധപ്പെട്ട് DGP പ്രകടിപ്പിച്ചിരുന്ന എതിർപ്പ് വിവാദമായതിന് പിന്നാലെയാണ് ചില കടുത്ത വിമർശനങ്ങളുമായി ആരോഗ്യവകുപ്പും രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ 100ഓളം പേരാണ് അദ്ദേഹത്തിനൊപ്പം വാർഡിൽ പ്രവേശിച്ചത്. ഇത് ചികിത്സയ്ക്ക് തടസ്സമുണ്ടാക്കി. 90% പൊള്ളലേറ്റവരാണ് വാർഡിൽ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഡോക്ടർമാരെയും നഴ്സുമാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്താക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ സന്ദർശന സമയത്ത് നഴ്സുമാരെ 30 മിനിറ്റോളം നേരമാണ് പുറത്ത് നിർത്തിയത്. പൊള്ളലേറ്റവരുടെ ജീവൻ നിലനിർത്താനുള്ള നിർണായക മണിക്കൂറുകളിൽ അവർക്ക് കൃത്യമായി ചികിത്സ നൽകാൻ VVIP സന്ദർശനം മൂലം കഴിഞ്ഞില്ലെന്ന രൂക്ഷ വിമർശനവും കൂടി ആരോഗ്യവകുപ്പ് ഡയറക്ടർ R രമേശിന്റെ വാക്കുകളിലുണ്ട്. പൊള്ളലേറ്റും അതുപോലെ ഓപ്പൺ വൂണ്ട് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ 100-200 പേര് ഒരുമിച്ച് കയറുമ്പോൾ ഇൻഫെക്ഷൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റുള്ള കോംപ്ലിക്കേഷൻസിനും സാധ്യതയുണ്ട്. പിന്നെ ഇത്രയും ആൾക്കാർ കൂടുതലാവുമ്പോഴത്തേക്ക് ഒരു പേഷ്യൻറ്റ് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരാണെങ്കിൽ ഒരു മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നിയന്ത്രിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. മോഡിയും രാഹുൽ ഗാന്ധിയും വന്നതിനെയല്ല എതിർക്കുന്നതെന്നും കൂടെ 100ഓളം പേർ വന്നത് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നുമാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വിമർശനം. കൂടുതൽ പേർ ICUവിൽ പ്രവേശിക്കുന്നതിനെ എതിർത്തിരുന്നെങ്കിലും അതൊന്നും ആരും ചെവിക്കൊണ്ടില്ലെന്നും R രമേശ് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ BJP വക്താവ് JR പത്മകുമാർ, കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ, CPIM നേതാവ് A സമ്പത്ത് MP, അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം ഡോക്ടറായ SP ഫോർട്ട് ഹോസ്പിറ്റലിലെ പൊള്ളൽ രോഗവിദഗ്ധനായ ഡോക്ടർ അജിത് കുമാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ JR പത്മകുമാർ, പ്രധാനമന്ത്രിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ സീതാറാം യെച്ചൂരിയുടെയോ ഉദ്ദേശശുദ്ധിയിൽ ആർക്കും സംശയമില്ല. അവർ ഒരു ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിൽ വന്നത് അവരുടെ സന്മനസ്സുമാണ്. പക്ഷേ ആശുപത്രി വാർഡുകളിൽ ICUകളിൽ ഇവർ കയറിയത് കൊണ്ട് നേരെ വിപരീത ഫലമല്ലേ ഉണ്ടായത്? ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണ്ടേ? ഇക്കാര്യത്തിൽ VVIP സന്ദർശന കാര്യത്തിൽ കർശനമായൊരു ഗൈഡ് ലൈൻ ആവശ്യമാണ് എന്നതിൻ്റെ സൂചനയല്ലേ ഇന്നിപ്പോൾ DHS തന്നെ നടത്തിയിരിക്കുന്ന വിമർശനങ്ങൾ? അതല്ലല്ലോ, ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ജാള്യത മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ബോധപൂർവമായ ശ്രമമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തിയിരിക്കുന്നത്. ഇന്നലെ DGPയെ കൊണ്ടൊരു പ്രസ്താവന നടത്തിച്ചു. ഇന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കൊണ്ടൊരു പ്രസ്താവന നടത്തിപ്പിച്ചു. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഹോസ്പിറ്റലിലെ VIP വരുമ്പോൾ സെക്യൂരിറ്റിയും അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും പോകുമായിരിക്കും. ഒരാൾ പോലും, വെളിയിലുള്ള ഒരാൾ പോലും ഈ ICക്കകത്ത് കയറിയിട്ടില്ല, ICUവിനകത്ത് കയറിയിട്ടില്ല. ഇത് നിങ്ങളെ ഒന്ന് വിഷ്വൽ പരിശോധിച്ച് നോക്കുക. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ബേൺസ് ആൻഡ് പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു സീനിയർ ഡോക്ടറുണ്ട്, ഡ്യൂട്ടി ഡോക്ടറുണ്ട്, പ്രേംലാൽ. നിങ്ങളൊന്ന് വിളിച്ച് പരിശോധിച്ച് നോക്കുക. അദ്ദേഹം ഒരു ചാർജാണ്. അദ്ദേഹത്തിനൊന്ന് ചോദിച്ചു നോക്കുക, ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ഡെപ്യൂട്ടി DMO കൊല്ലം പ്രേംശങ്കർ, നിങ്ങളൊന്ന് വിളിച്ച് പരിശോധിച്ച് നോക്കാൻ. മൊബൈൽ നമ്പർ വേണമെങ്കിൽ ഈ ചർച്ചയിൽ വെച്ച് ഞാൻ തരാം. ഇങ്ങനെ ഒരു സംഭവം
ഇങ്ങനെ കൊല്ലത്തുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇത് വിവാദമാക്കുന്നത്? വിവാദമാക്കുന്നത് ജാള്യത മറയ്ക്കാൻ ഒരു ദേശീയ മാധ്യമം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും അതുപോലെ തന്നെ കൊല്ലം ആശുപത്രിയിലെയും ഡോക്ടർമാരെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണത്തിനായി ബന്ധപ്പെട്ടുവെങ്കിലും അവർ ഉദ്യോഗസ്ഥരായതുകൊണ്ട് തന്നെ ഒരു പൊതു ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ വിസിറ്റ് കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ആശുപത്രിയിലെ സർക്കാർ ഉദ്യോഗസ്ഥരായ ഡോക്ടർമാരെ കൊണ്ട് ഈ ചർച്ചയിൽ ഈ കാര്യം സ്ഥാപിപ്പിക്കുക ബുദ്ധിമുട്ടാണ്. നോക്കൂ, ഇവിടെ എന്താണ് സംഭവിച്ചത്? 3 മണി മുതൽ 9 മണി വരെ ഈ ആശുപത്രികളുടെ പ്രവർത്തനം അങ്ങേയറ്റം സാധാരണ നിലയിൽ നടക്കുന്നത് തടസ്സപ്പെട്ടു. അത് നരേന്ദ്രമോദി വന്നതുകൊണ്ട് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കൊണ്ടുമാണ്. ഇവിടെ DHS തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് 100ഓളം പേർ വാർഡുകളിലേക്കും ICUവിലേക്കും ഒക്കെ കയറിയാൽ പിന്നെ അവിടെ എങ്ങനെയാണ് ചികിത്സ നടക്കുക? പ്രധാനമന്ത്രി വരുന്നതല്ല പ്രശ്നം. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലാണെങ്കിൽ രാജഗോപാലും കുമ്മനം രാജശേഖരനും ശ്രീശാന്തും പിന്നെ അവിടുത്തെ BJP നേതാക്കളും ഒക്കെ ഉണ്ടല്ലോ പ്രധാനമന്ത്രിയുടെ കാര്യത്തിലാണെങ്കിൽ. അല്ല, ആരും ICU കയറിയിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ആരും ICU കയറിയിട്ടില്ല. ഒരു കാര്യം, ഈ പ്രധാനമന്ത്രി വന്ന സമയത്താണ്, പ്രധാനമന്ത്രി വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് കൊല്ലത്തെ ഈ പ്ലാസ്റ്റിക് സർജറി വാർഡിൽ ഫാൻ ഇട്ടത്. എന്താ പറയാനുള്ളത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് ആരോഗ്യ വകുപ്പ് മന്ത്രി ചെന്നപ്പോ സൂപ്രണ്ടില്ല, അവിടുത്തെ വേറെ ഡ്യൂട്ടി ഡോക്ടർ ഇല്ല. ഞാൻ ഡോക്ടർമാരെ ആക്ഷേപിക്കുകയല്ല. അവിടുത്തെ ഒരു കാലിൽ പരിക്കേറ്റ ഒരു ഓർത്തോ ഡോക്ടർ ചികിത്സിക്കുന്ന ഡോക്ടറെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം മേ ബി അറ്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താ പറഞ്ഞത്. എന്നിട്ട് അത് കൺഫേം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ ഡോക്ടർമാർ കഴിച്ചില്ല. വേറൊരു ഡോക്ടർ വായിൽ എന്തോ ഇട്ട് ഒരു രോഗിയെ പരിശോധിച്ച ഒരു ഡോക്ടറെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എവിടുന്നോ ഓടി വന്നപ്പോൾ വായിൽ മറ്റേ ചൂയങ് ഇട്ട് ചവച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി വന്നത്. അപ്പം ഇത്രയും നിരന്തരവാദപരമായ നിലപാട് ഡോക്ടർമാരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അത് VIP സന്ദർശനം കൊണ്ടാണ് സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാൻ ഒരു ബോധപൂർവമായ ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ട്. പ്രധാനമന്ത്രി വന്നതിനെ വിമർശിച്ചു എന്ന് താങ്കൾ വൈകാരികമായി കാണേണ്ട. പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഒക്കെ വലിയ പടയോടൊപ്പം ആശുപത്രികളിലേക്ക് വന്നത് കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചാൽ മതി. അവർ ദുരന്ത സ്ഥലത്ത് പോയതിന് പ്രശ്നമില്ല, അവർ ഇരകളുടെ വസതികളിൽ പോയതിന് പ്രശ്നമില്ല. മറിച്ച് ആശുപത്രികളിൽ വളരെ സീരിയസ് ആയി പൊള്ളലേറ്റ് കിടക്കുന്ന ആളുകളുടെ അടുത്ത് ഈ നേതാക്കൾ ഒരു പടയോടൊപ്പം ചെല്ലുന്നത് സ്വാഭാവികമായും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് ആർക്കും ഊഹിക്കാമല്ലോ. ഇവിടെ ഡോക്ടർമാർ തന്നെ അവർ നേരിട്ട ദുരവസ്ഥ വിവരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് കരുതിയുള്ള ഒരു മാർഗനിർദ്ദേശം ഇക്കാര്യത്തിൽ വേണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. അത് ഇല്ലാത്തൊരു കാര്യം ഉണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് അതിന് പരിഹാരം കാണുകയല്ല ചെയ്യുന്നത്. ഒരു ICUവിനകത്തും ഈ ഡോക്ടറോ അല്ലെങ്കിൽ 1-2 ഈ പ്രധാനമന്ത്രിയോ ആരോഗ്യവകുപ്പ് മന്ത്രിയോ കയറിയിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെ. ആരോഗ്യവകുപ്പ് മന്ത്രി ഡോക്ടറാണ്. അദ്ദേഹം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് അതിനകത്ത് കയറിയിട്ടുള്ളത്. ഇപ്പൊ ഉയർന്നു വന്നിട്ടുള്ള ഈ സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്നും വന്നിട്ടില്ല. ഞാൻ അതാണ് പറഞ്ഞത്, രാഷ്ട്രീയ താല്പര്യമല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 ഡോക്ടർമാർ പ്രേംലാലിന്റെയും ജയശങ്കർ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. രണ്ട് മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, അതായത് പോലീസ് മേധാവി DGP ഇന്നലെ ഒരു ദേശീയ മാധ്യമത്തോട് സംസാരിക്കുന്നു. DHS ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇന്ന് അതേ ദേശീയ മാധ്യമത്തോട് സംസാരിക്കുന്നു. രണ്ടുപേരും പറഞ്ഞത് പ്രധാനമന്ത്രി മറ്റു VIP-കൾ ആ ആശുപത്രികളിലേക്ക് വന്നത്, അല്ലെങ്കിൽ കൊല്ലം പരവൂരിലേക്ക് വന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ്. അതായത് അവർ ആ സമയത്തുള്ള സന്ദർശനം ഒഴിവാക്കിയിരുന്നുവെങ്കിൽ അതായിരുന്നു നല്ലത് എന്ന അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ BJP അതിൽ കാണുന്നത് പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് തന്നെ ഒരു ദുരന്തമുണ്ടായപ്പോൾ ഇവിടെ എത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു, സഹായം നൽകി എന്ന കാര്യത്തെ കരുതേച്ച് കാണിക്കാൻ, അതിനെ അവമതിക്കാൻ സർക്കാർ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് എന്നാണ്. ശരിയാണോ? എത്ര വില കുറഞ്ഞ ഒരു അഭിപ്രായമാണത്. എവിടെയെങ്കിലും സർക്കാർ പ്രധാനമന്ത്രിയുടെ വരവിന് എതിരായിട്ടൊരു വാക്ക് പറഞ്ഞോ? അറിയിച്ച ആ നിമിഷം മുതൽ പ്രധാനമന്ത്രിയുടെ വരവിനെയും അദ്ദേഹത്തിന്റെ സന്ദർശനത്തെയും കുറ്റമറ്റതാക്കുവാൻ വേണ്ടി സർക്കാർ ഏജൻസികൾ നടത്തിയ നിതാന്ത പരിശ്രമം കണ്ടു നിന്നവരാണ് ഞങ്ങളൊക്കെയും. പരിമിതമായ സാഹചര്യങ്ങളാണെങ്കിൽ ആ സാഹചര്യങ്ങളിൽ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് ഒരു ദേശത്തിന്റെ പിന്തുണ
ഇവിടുത്തെ പരവൂരിലെ ചാത്തന്നൂരിലെ ഈ പ്രദേശത്തെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന വലിയ സന്ദേശം അത് നൽകുന്നു എന്നാണ് സർക്കാരും അവിടുത്തെ നാട്ടുകാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കരുതിയത്. അവിടെ BJP എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ഒരു ഭേദവും ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്തു, എല്ലാവരും സ്വാഗതം ചെയ്തു. ആശുപത്രികളിൽ രോഗികളായി കിടന്നവരെ കാണുവാൻ വേണ്ടി ദേശീയ നേതാക്കന്മാർ അത് എല്ലാവരും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി പിറ്റേ ദിവസം വന്നു. എല്ലാവരും ചെന്നപ്പോൾ അതിൽ ഞാൻ കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാഹുൽജിയോടൊപ്പം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കാണാനിടയായ ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു, വളരെ കരുതിയാണ് ദേശീയ നേതാക്കന്മാർ അവിടെ ഇടപെട്ടത്. രോഗികളാണ് കിടക്കുന്നതെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി വളരെ സൂക്ഷിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശം, ഡോക്ടർമാരാണ് അവരുടെ ഒപ്പം നിന്ന് കാര്യങ്ങൾ രോഗിയോട് സംസാരിച്ചത്. ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ പരമാവധി അകലം പാലിച്ചുകൊണ്ടുമാണ് അവർ സംസാരിച്ചത്. പക്ഷേ DGP-യും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് ഡയറക്ടറും പറഞ്ഞ വാക്കുകളിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മുംബൈ സ്ഫോടനത്തിന് ശേഷം ഇതുപോലെയുള്ള പ്രദേശങ്ങളിൽ മാധ്യമപ്രവർത്തകരടക്കം ഒരുപാട് കയറിയിറങ്ങിയകൾ ഉണ്ടാകുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളെയും ബാധിക്കുന്നത് ശ്രദ്ധിക്കണം എന്നൊരു ഗൈഡ് ലൈൻ പിന്നീട് ഉണ്ടാവുകയുണ്ടായി. ആ ഗൈഡ് ലൈനിൽ അകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് എല്ലാവരും പെരുമാറിയത്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ദുരന്തത്തിൽ ഇത്തരം ഒരു ചർച്ച വന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണപരമായ നല്ല വശങ്ങളെ എടുക്കുന്നു. DGP ഒരിക്കലും പ്രധാനമന്ത്രി വരരുത് എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം സമ്പത്ത് CPIM-ന്റെ ജനറൽ സെക്രട്ടറിയും വന്നിരുന്നു പരവൂരിലും പിന്നീട് ആശുപത്രികളിലും പിറ്റേന്ന്. ഇവിടെ ദേശീയ നേതാക്കൾ വരുന്ന കാര്യത്തിലടക്കം ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം ഉള്ളതുകൊണ്ട് ഒരു മത്സരമുണ്ടോ എന്ന സംശയം സാധാരണ ജനങ്ങൾക്ക് തോന്നാം. ഇങ്ങനെ നേതാക്കൾ വന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചോ? നമ്മൾ ഈ ചർച്ച ഇത്തരത്തിൽ നടത്തുമ്പോൾ ഈ പരവൂരിലെ വെടിക്കെട്ട് അപകടത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ആ വേദന പങ്കുവയ്ക്കുകയും ചെയ്യുന്നതിൽ ഒരു കുറവും ഉണ്ടാകരുതെന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ അഭ്യർത്ഥന. രണ്ടാമത്തെ കാര്യം, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാവിലെ ഓടിയെത്തിയ ജനപ്രതിനിധികളിൽ ഒരാൾ ഞാനാണ്. ഞാൻ അവിടുത്തെ ഒരു IC യൂണിറ്റിലേക്കും ഒരു IC വാർഡിലേക്കും ഞാൻ അവിടെ കയറിയിട്ടില്ല. ഇവിടെ ജില്ലാ കളക്ടറും മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടും മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലും എന്തിനേറെ പറയുന്നു മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഹൗസ് സർജന്മാരും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫും അവിടുത്തെ സഹായികളായിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകരടക്കം അവിടെ ഓടി നടന്ന് അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ എന്നത് അത് വിവരിക്കാൻ കഴിയുന്നതേ അല്ല. അവർ പലരും ഭക്ഷണം പോലും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ അവർ ഇങ്ങനെ ഈ വിധത്തിൽ ഇങ്ങനെ എത്രയോ മണിക്കൂറുകൾ നേരം അവർ പ്രവർത്തിച്ചത് ഒരു പക്ഷേ മനുഷ്യൻ അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ. മോർച്ചറിയിൽ അവിടെ പോസ്റ്റ്മോർട്ടം നടത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ഡോക്ടർമാരും അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫും എല്ലാം തന്നെ ചെയ്ത കാര്യങ്ങൾ ഇതിനെ ഒന്നും ഒരു ചർച്ചയുടെയും അതിൻ്റെ ചൂട് കൊണ്ട് നാം ഒരു കാരണവശാലും ഇത് കുറച്ച് കളയരുത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. CPIM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി തന്നെ പറഞ്ഞത്, ഞാൻ ഈ അപകട ദിവസം ഇന്നേ ദിവസം ഞാൻ വരുന്നില്ല, കാരണം ഇന്നേ ദിവസം ഇവിടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ചികിത്സയ്ക്കുമാണ് മുൻഗണന നൽകേണ്ടത്. അദ്ദേഹം പിറ്റേ ദിവസമാണ് വന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹം പരവൂരിലൊക്കെ അവിടെ വന്ന സ്ഥലം കാണുകയും ആശുപത്രികൾ സന്ദർശിക്കുകയും ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ IC യൂണിറ്റിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ IC യൂണിറ്റുമായി ബന്ധപ്പെട്ടായാലും രോഗികളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടായാലും അത്തരം കാര്യങ്ങളിലെല്ലാം ആദ്യത്തെ പരിഗണന നൽകേണ്ടത് ആ രോഗിയുടെ സുരക്ഷിതത്വവും ചികിത്സയും അവരുടെ ജീവൻ രക്ഷിക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും വിദഗ്ധന്മാരുടെയും നിർദ്ദേശത്തിനും ഉപദേശത്തിനും വിലയിരുത്തലിനുമാണ്. ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ വരുന്നതും ജനപ്രതിനിധികൾ വരുന്നതും അത്തരത്തിൽ അവിടെ ആശ്വാസമായി എത്തുന്നതെല്ലാം സ്വാഗതാർഹം തന്നെ. ഏത് പാർട്ടിയുടെ നേതാവും ഏത് ജനപ്രതിനിധിയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഏത് മന്ത്രിമാർ വന്നിരുന്നാലും അതെല്ലാം തന്നെ സ്വാഗതാർഹം തന്നെ. പക്ഷേ ഇങ്ങനെ ഒരുപാട് ആളുകൾ IC യൂണിറ്റിലേക്കെല്ലാം ഇടിച്ചു കയറിയിട്ടുണ്ടോ, അത് ഇവിടെ ഈ ചികിത്സയ്ക്ക് എന്തെങ്കിലും ഭംഗം ഉണ്ടാക്കിയിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഇത് നമ്മുടെ മെഡിക്കൽ ഡയറക്ടറുടെ അത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒക്കെ തന്നെ അവരുടെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ അപകടം തന്നെ ഒരുപക്ഷെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നതാണല്ലോ. പോലീസ് കാവൽ നിന്നുകൊണ്ട് ക്ഷണിച്ചു വരുത്തി എന്നുള്ള നിലയിലേക്കാണല്ലോ. നമുക്ക് ചർച്ച വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾക്ക് ഈ വിഷയവും ചർച്ച ചെയ്യാം. അതിനു മുൻപ് ഡോക്ടർ അജിത് കുമാർ, ഗുരുതരമായി പൊള്ളലേറ്റ 60% മുകളിൽ പൊള്ളലേറ്റ 8 രോഗികൾ ICU-വിൽ ഉണ്ടായിരുന്നു എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വ്യക്തമാക്കുന്നത്.
ആ ICUവിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാകട്ടെ അത്ര പ്രാധാന്യമില്ലാത്തവരാകട്ടെ സന്ദർശനത്തിനായി ചെല്ലുന്നത് ഗുണകരമായിട്ടുള്ള ഒന്നാണോ? അതിനി ഈ സന്ദർഭത്തിലല്ല മറ്റൊരു സന്ദർഭത്തിലാണെങ്കിലും IC യൂണിറ്റിലേക്ക് വേണ്ടത്ര സന്നാഹങ്ങളൊന്നുമില്ലാതെ മാസ്കും ഗൗണും ഒന്നുമില്ലാതെ ആളുകൾ ഇങ്ങനെ ഇടിച്ചു കയറുന്നത് നല്ല പ്രവണതയാണോ? അത് ഈ പരവൂർ ദുരന്തത്തിൽ മരണമടഞ്ഞ എല്ലാവർക്കും ആദരാഞ്ജലികളെ അർപ്പിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉടലെടുത്തതെന്ന് എനിക്കറിയത്തില്ല. ഈ സംഭവം നടക്കുന്ന ദിവസം ഞാനും മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അവിടുത്തെ ഈ അപകടം ഉണ്ടായപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബാക്കി ഡോക്ടർമാർക്കും സഹായം നൽകുന്നതിനായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന സമയത്തും ഞാനിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു ICU അല്ലെങ്കിൽ ഒരു ബേൺസ് ICUവിൻ്റെ അകത്ത് ഒരു വ്യക്തി പ്രവേശിക്കണമെങ്കിൽ അതിന് ചില പ്രോട്ടോകോൾസ് ഉണ്ട്, അത് ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിനെപ്പറ്റി ICU ഇൻചാർജ് ആയിട്ടുള്ള ഡോക്ടർമാർക്കും ബാക്കി അവിടെ ഉണ്ടായിരുന്ന ഉന്നതമായ ഡോക്ടർമാർക്കും എല്ലാം വളരെ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഫോട്ടോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ IC യൂണിറ്റ്സിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സാറും നമ്മുടെ ഗവർണറും അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റിയും ബാക്കി കൂടെ നമ്മൾ പുറകിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നവരെല്ലാവരും എനിക്ക് തോന്നുന്നത് എയിംസിൽ നിന്നോ സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്നോ വന്ന ഡോക്ടർമാരാണ്. അപ്പം നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ പോളിസി എന്ന് നമ്മൾ ബേൺസ് യൂണിറ്റിൽ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസിൽ നമ്മൾ പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും പ്രവേശിപ്പിക്കരുത് അല്ല ഉള്ളത്. അതായത് ഒരാൾ പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റീവായിട്ടുള്ള മാസ്ക് ധരിക്കുക, ഹാൻഡ് വാഷ്, ഇപ്പം പറയുന്നത് നമ്മൾ ഹാൻഡ് വാഷ് ആണ്, അതിനുള്ള സൊല്യൂഷൻസ് അവിടെ കാണും. ഹാൻഡ് വാഷ് വെച്ച് നമ്മൾ തുടയ്ക്കുക. കഴിവതും രോഗിയുടെ ശരീരത്തിലോ രോഗി കിടക്കുന്ന ബെഡിലോ അല്ലെങ്കിൽ അവിടെയുള്ള മോണിറ്റേഴ്സിലോ ഒന്നും പുറത്തു വരുന്ന ആൾക്കാർ തൊടാതിരിക്കുക. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഷൂസ്, ചെരുപ്പ് നമ്മൾ പുറത്തിട്ടിട്ട് IC യൂണിറ്റിൽ മാത്രം ഉപയോഗിക്കേണ്ട ചെരുപ്പിട്ടുകൊണ്ടാണ് അകത്ത് കയറേണ്ടത്. ഇതെല്ലാം അവിടെ പാലിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനു മുമ്പും പല അപകടങ്ങൾ സന്ദർശിച്ചപ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും ഞാൻ മെഡിക്കൽ കോളേജിൽ സ്റ്റാഫായിരിക്കുമ്പോഴും ഒരു മാസ് കാഷ്വാലിറ്റി നടക്കുകയാണെങ്കിൽ ഈ എന്താ പറയുന്നത് നമ്മുടെ കക്ഷിഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ ഓടിയെത്തും. അവർ ഓടിയെത്തില്ലെങ്കിൽ പൊതുജനങ്ങൾ അവരോട് ചോദിക്കുകയും ചെയ്യും നിങ്ങൾ എന്തുകൊണ്ടാണ് വരാത്തത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി, അതായത് നമ്മുടെ നാട്ടിലൊരു അത്യാഹിതം നടന്നപ്പോൾ അദ്ദേഹം ഓടി വരും, ഗവർണർ ഉണ്ടായിരുന്നു, കൂടെ എക്സ്പേർട്സ് ആയ അതായത് റാം മനോഹർ ലോഹിയയിലെയും സഫ്ദർജംഗ് ആശുപത്രിയിലെയും പൊള്ളൽ വിദഗ്ധന്മാരും പ്ലാസ്റ്റിക് സർജൻസുമാരും ഉണ്ടെന്ന ഒരു വലിയ ടീമുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അത് തന്നെ അവിടെയുള്ള ഡോക്ടർമാർക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകി എന്നാണ് ഞാൻ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ. അതാണ് താങ്കൾ ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ കൂടിയുള്ള വിലയിരുത്തൽ തുടരുക. ഡോക്ടർ അജിത്ത്, അഡ്വക്കേറ്റ് ജയശങ്കർ, ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ജനപ്രതിനിധികൾ ആ സ്ഥലം സന്ദർശിച്ചില്ല എങ്കിൽ അത് അവരുടെ മേലുള്ള വലിയ ആക്ഷേപവും ആരോപണവും ഒക്കെ ആകും. ജനപ്രതിനിധികൾ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ DHS പറയുന്നത് നോക്കുക, ഇങ്ങനെ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ സെക്യൂരിറ്റി ഓഫീസർമാർ തള്ളി മാറ്റുകയും തുടർന്ന് അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി ഇരിക്കേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും ഊർജിതമായി ഡോക്ടർമാർ ജോലി ചെയ്യേണ്ട സമയത്ത് പൂർണ്ണമായ അർത്ഥത്തിൽ അവർക്കതിന് കഴിഞ്ഞില്ല ഈ VIP സന്ദർശനങ്ങൾ മൂലം 6 മണിക്കൂറോളം എന്ന് ഒരു വിഭാഗം ഡോക്ടർമാർ പറയുമ്പോൾ നമ്മൾ അതിന് ചെവി കൊടുക്കേണ്ടേ? തീർച്ചയായിട്ടും ഡോക്ടർ രമേഷിനെ എനിക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാം. അദ്ദേഹം ഈ ഒരു ചെറിയ കാര്യത്തിൽ അല്ലെ ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇത്രയും ഒരു ബാലിശമായ ഒരു ആരോപണം ഉന്നയിക്കുന്ന ഒരാളല്ല. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രീതിയിലുള്ള പരാധീനത അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ ഏത് അപകടം സംഭവിക്കണം, നമ്മുടെ നാട്ടുമ്പുറത്താണെങ്കിൽ പോലും ചെറിയ അപകടം ഉണ്ടാകുമ്പോഴും ജനപ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള ആളുകളൊക്കെ ഓടിയെത്തും. അത് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണെങ്കിലും അല്ലെങ്കിലും വരും. പക്ഷേ അത് ചികിത്സയെ ബാധിക്കാവുന്ന ഒരു നിലവാരത്തിലേക്ക് പോകണം. നമ്മൾ പണ്ട് തമാശയായിട്ടും കാര്യമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രീ K. കരുണാകരൻ അപകടം പറ്റി ശ്രീ ചിത്ര മെഡിക്കൽ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അവിടെ ചികിത്സ നിശ്ചയിച്ചിരുന്ന ഡോക്ടർ TH മുസ്തഫ, ഡോക്ടർ PP ജോർജ് മുതലായ ആളുകളാണെന്നാണ്. അതായത് കോൺഗ്രസ്സുകാരാണ്. അവിടെ ഇവരെല്ലാവരും കയറി ഇറങ്ങുമായിരുന്നു. അങ്ങനെയാണ് കരുണാകരൻ അവിടെ വെച്ച് ഇൻഫെക്ഷൻ ആയത്. പിന്നെ അദ്ദേഹത്തെ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വന്നത്. ഇതേ ചികിത്സ തന്നെയാണ് അമേരിക്കയിലും കൊടുത്തത്. പക്ഷേ അവിടെ കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദപ്പെട്ടു എന്നാണ്. ഇത് വെറും തമാശയല്ല, അതിൽ ഒരുപാട് സത്യം ഉണ്ടായിരുന്നു. കാരണം ലീഡറെ എന്ന് വിളിച്ചിറക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇടിച്ച് കയറിയായിരുന്നു അദ്ദേഹം ആശുപത്രി കിടക്കുന്ന സമയത്ത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടണം. ഞാൻ നരേന്ദ്രമോദിയുടെ ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു. കാരണം അദ്ദേഹം അപകടം ഉണ്ടായി, തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ, എന്നാലും അപകടം ഉണ്ടായത് കേട്ടപ്പോൾ തന്നെ വരുന്നു. ഇവിടെ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു വലിയ സംഘം വിദഗ്ധ ഡോക്ടർമാരുമായിട്ട് വരുന്നു. അവരുടെയൊക്കെ സേവനം ഇവിടെ ലഭ്യമാക്കുന്നു. രാഹുൽ ഗാന്ധിയും വരുന്നു. എല്ലാവരും വരുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അത് ചികിത്സ ബാധിക്കാത്തൊരു തലത്തിലേക്ക് വേണം കൊണ്ടുപോകാനായിട്ട്. മാത്രമല്ല ഈ മാതിരി കാര്യങ്ങളിലൊക്കെ നമ്മുടെ ആളുകൾക്ക് പൊതുവെ ആ ഒരു ബോധ്യമില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം കുറേ പേര് പോയില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എന്ത് തോന്നുമെന്നാണ് അവർ വിചാരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? പിന്നെ ഇതുപോലെ VVIPകൾ ഒരുപാട് വന്നാൽ അവരുടെ സെക്യൂരിറ്റി, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇപ്പോൾ സെൻകുമാറും
ആരെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്ന ഒരാളൊന്നുമില്ല. വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പത്മകുമാർ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. സെൻകുമാറിനെയൊക്കെ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ഒരു ധിക്കാരിയായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും അങ്ങനെ കള്ളം പറയുന്ന ആളല്ല. തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നമ്മൾ അതിൻ്റെ നല്ല വശം, ഗുണപരമായ വശം ബിന്ദു കൃഷ്ണ പറഞ്ഞ പോലെ നമ്മൾ സ്വീകരിക്കണം. കാരണം ഇനിയും അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കും. ആ സന്ദർഭത്തിലും മന്ത്രിമാരുടെ പൊതുപ്രവർത്തകരും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഉമ്മൻചാണ്ടി വരികയാണ്, ഉമ്മൻചാണ്ടിയുടെ കൂടെ ഒരുപാട് എർത്തുകളുണ്ടാവും. ഇവരൊക്കെ ആ ഫോട്ടോയിൽ ഞാൻ വന്നില്ലെങ്കിൽ എനിക്ക് കുറച്ചിലാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ പാർട്ടിയിലും ഉണ്ട്, ഞാൻ ഒരു പാർട്ടിയിലല്ല പറഞ്ഞത്. അതെ, അത് ഏത് പാർട്ടിക്കാരും ചെയ്യേണ്ട ഒരു പ്രാഥമികമായ മര്യാദ അതിൻ്റെ അകത്തുണ്ട്. റൈറ്റ്. അങ്ങനെ ശ്രീ JR പത്മകുമാർ ഗുണപരമായ വശങ്ങൾ, ഈ ചർച്ചയുടെ ഗുണപരമായ വശങ്ങൾ ഉൾക്കൊള്ളാതെ ഇത് പ്രധാനമന്ത്രിയെ മോശക്കാരനാക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ് എന്ന് പറയുന്നത് എങ്ങനെ? ഒന്ന്, പ്രധാനമന്ത്രിയുടെ ഉദ്ദേശശുദ്ധിയെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പ്രധാനമന്ത്രി വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുമില്ല. പക്ഷേ ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സന്നാഹങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് നമുക്കറിയാമല്ലോ. പ്രോട്ടോകോൾ ഒഴിവാക്കിയാണ് അദ്ദേഹം വരുന്നത് എങ്കിൽ പോലും ഇവിടെ ആ ആശുപത്രിയിലുണ്ടായ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ടായ ഒരു സംഭവം, അവിടെ സർജിക്കൽ ബ്ലോക്കിൽ നിന്ന് ഒരു രോഗി, ബേൺസ് ICUവിൽ കിടക്കുന്ന ഒരു രോഗി കൂടുതൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്ന വേളയിൽ 4 നഴ്സുമാർ അവിടേക്ക് വരാൻ ഒരുങ്ങിയപ്പോൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞു. അരമണിക്കൂർ ICUവിൽ കടക്കാനാകാതെ ആ നഴ്സുമാർക്ക് 4 പേർക്ക് ICUവിൻ്റെ വാതിക്കൽ നിൽക്കേണ്ടി വന്നു എന്ന് പറയുന്ന അവസ്ഥ എന്തുകൊണ്ടാണ്? ഉള്ളിൽ VIP ഉള്ളതുകൊണ്ടാണ് അവരെ കയറ്റിവിടാത്തത്. അല്ലല്ല, അത് അത്തരത്തിലൊരു സംഭവം ഉണ്ടായതായി ഇപ്പോഴേ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായതായിട്ട് അതിനുമായി ബന്ധപ്പെട്ട് ഞാൻ തിരക്കിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതൊരു വാർത്തയ്ക്ക് വേണ്ടി വാർത്ത സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ സെൻകുമാറിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ജയശങ്കർ പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, അദ്ദേഹം അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, അതുകൊണ്ട് VIP വന്നാൽ എനിക്ക് സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഗുണകരമായി അല്ലെങ്കിൽ അദ്ദേഹം സതുദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അദ്ദേഹം പ്രധാനമന്ത്രി വന്നിട്ട് പോയി, ഇവിടെ ഒരു ഇൻസിഡന്റും ഉണ്ടായിട്ടില്ല, എന്നിട്ട് അദ്ദേഹം തിരിച്ചുപോയി, യാതൊരു പ്രശ്നവും ഉണ്ടായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പത്രത്തിൽ പറയുകയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താ അർത്ഥമുണ്ട്? എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അന്നേ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് യുക്തിയുണ്ട്. അപ്പൊ ഇത് ഒരു വാർത്തയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചാണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ശ്രീ JR പത്മകുമാർ താല്പര്യം ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച സംഭവമുണ്ടല്ലോ, അത് സാധാരണഗതിയിൽ അങ്ങനെ നടക്കുന്നതല്ലേ? ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അറിയാമോ? സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ ജോലി എന്താണ്? അവർ പ്രധാനമന്ത്രി അകത്തുണ്ട്, ഇപ്പോൾ പുറത്തു നിന്ന് ആരെയും അങ്ങോട്ട് കടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു കാണും. എന്തിനാണ് താങ്കൾ ആ സാധ്യതയെ നിരസിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള മഹാദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഗുരുതരമായ അസുഖങ്ങളുമായ ആളുകൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ പൊതുപ്രവർത്തകർ പാലിക്കേണ്ടുന്ന കുറച്ച് ചട്ടങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇത് അതിലേക്ക് നയിക്കുന്ന ഒരു ചർച്ചയാകട്ടെ. അതിലൊന്നും ആരും എതിർക്കുന്നില്ല, അതിലെല്ലാം വേണം. ഞാൻ പറഞ്ഞത് ഈ പ്രസ്താവനകളുടെ ഉദ്ദേശശുദ്ധിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. DGP ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുത്ത റിപ്പോർട്ട് എന്താ? കൊല്ലം ജില്ലയിൽ 30 ക്ഷേത്രത്തിൽ ഉത്സവം ഉള്ളതുകൊണ്ട് അവിടെ ആളിനെ അയക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നാണ്. 6-7 പേരെ പരവൂർ ഡ്യൂട്ടിക്കിട്ട് ഇന്ന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 8 മണിക്ക് അവരെല്ലാവരും വീട്ടിൽ പോയി. 6 പേര് ഡ്യൂട്ടിക്ക് പോയപ്പോ അവരെ പോലും അവിടെ നേരെ ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ കഴിയാത്ത പോലീസ് വകുപ്പ് ഈ നാടിന് അപമാനമല്ലേ? നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുമുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇത് പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും അപകീർത്തിപ്പെടുത്താൻ പടച്ച ഒരു വാർത്തയാണെങ്കിൽ ഞാൻ ഇതേ മെഡിക്കൽ കോളേജിലുണ്ടായ മറ്റൊരു സംഭവം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്ന വേളയിൽ അടിയന്തരമായി സർജറിയിലെയും ഓർത്തോപീഡിക്സിലെയും ഡോക്ടർമാർ മറ്റൊരു വിഭാഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ ലിഫ്റ്റിന് മുൻപിൽ തടഞ്ഞു. അവർക്ക് ലിഫ്റ്റിൽ കയറാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റെയർ കേസ് വഴി പോകാം എന്നായപ്പോൾ സ്റ്റെയർ കേസും തടഞ്ഞു. ആരാണ് തടഞ്ഞിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർ അരമണിക്കൂറോളം നേരം ആ ലിഫ്റ്റിന് മുൻപിൽ വെറുതെ നിൽക്കേണ്ടി വന്നു. ആ ഡോക്ടർമാർ. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. ഇത് രാഹുൽ ഗാന്ധിയെ മോശമാക്കാനോ പ്രധാനമന്ത്രിയെ മോശമാക്കാനോ പറയുന്നതല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. ഈ അവസരം ഇതിനെ ഒന്ന് മാറ്റാൻ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു ചർച്ചയ്ക്കായി വിനിയോഗിച്ചുകൂടെ? തീർച്ചയായും ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. ഒരു നിമിഷം ശ്രീ JR പത്മകുമാർ, ശ്രീമതി ബിന്ദു കൃഷ്ണ സംസാരിക്കട്ടെ. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഇവന്റാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. തുടരൂ ശ്രീമതി ബിന്ദു കൃഷ്ണ.
ഞാൻ ജില്ലാ ആശുപത്രിയിൽ പോയതാണ്. വളരെ ചുരുങ്ങിയ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPCC പ്രസിഡന്റും 2 MPമാരും പിന്നെ ഞങ്ങൾ 2-3 പേരും മാത്രമേ ആദ്യം വാർഡിൽ കയറുമ്പോഴുള്ളൂ. അദ്ദേഹം 2-3 രോഗികളെ സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ കുറേ അധികം മാധ്യമ പ്രവർത്തകർ, എനിക്ക് തോന്നുന്നു ഒരു 5 ദൃശ്യ മാധ്യമങ്ങളും അതിൽ 6-7 പ്രസ് ഫോട്ടോഗ്രാഫർമാരും അങ്ങോട്ട് വന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ ആൾക്കൂട്ടമായോ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ 2-3 പേർ ഇറങ്ങി പുറത്ത് ഇടനാഴിയിൽ തന്നെ ആ സന്ദർശനം തീരുന്നത് വരെ നിന്നു. ഈ സമയത്തൊന്നും തന്നെ അദ്ദേഹം മറ്റു വാർഡുകളിൽ പോകുന്നതൊക്കെ ഇടനാഴിയിൽ നിന്ന് കണ്ട ഞങ്ങളുടെ കണ്ണിലൊന്നും രാഹുൽ ഗാന്ധിയുടെ പ്രൊട്ടക്ഷൻ ഓഫീസർമാരാരും വഴിയിൽ ആരെയും തടയുന്നത് കണ്ടില്ല. മറിച്ച് കേരള പോലീസ് തന്നെയാണ് ആശുപത്രിയുടെ വാതിലിലും അതുപോലെ തന്നെ ഇടവഴിയിലും ഇടനാഴിയിലും ഒക്കെ തന്നെ നിന്നുകൊണ്ട് പരമാവധി ആളുകളെ ഈ വാർഡുകളിലേക്ക് കയറാതെ സൂക്ഷിച്ചത്. അതുകൊണ്ട് സാധാരണഗതിയിൽ VVIPമാര് നരേന്ദ്രമോദിജിയോ അതല്ലെങ്കിൽ രാഹുൽജിയോ അതുപോലെ അടക്കമുള്ള ദേശീയ നേതാക്കന്മാർ വരുമ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ SPG ഇവിടെ വരികയും ബ്ലൂ ബുക്ക് അനുസരിച്ചുള്ള പ്രൊട്ടക്ഷനൊക്കെ അവർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ വന്നതുകൊണ്ട് തന്നെ കൂടുതൽ SPGക്കാരോ ആരും ഇങ്ങോട്ട് വന്നില്ല. പരമാവധി കേരള പോലീസിന്റെ ശക്തി വെച്ച് ഒരു കുറ്റവും കുറവുമില്ലാതെ പരമാവധി സെക്യൂരിറ്റി കൊടുത്തതാണ്. എവിടെ നിന്ന് ഈ വാർത്തകൾ വന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ആരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇൻ കേസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റാണ്. ചികിത്സയിൽ കിടക്കുന്നവർക്ക് പരമാവധി ചികിത്സ ലഭ്യമാക്കുന്നതിന് VVIPമാരുടെ സന്ദർശനം ഒരിക്കലും തടസ്സമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇത്തരം കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഗൈഡ് ലൈൻസ് ഉണ്ട്. പക്ഷെ ആ ഗൈഡ് ലൈൻസിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അടിയന്തര സാഹചര്യത്തിൽ കൂടി നടപ്പിലാക്കാൻ ആവശ്യമായ ഗൈഡ് ലൈൻസ് ഉരുത്തിരിഞ്ഞു വരട്ടെ എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ പറയുവാനുള്ളത്. ഈ കാര്യത്തിൽ രാഷ്ട്രീയം കാണുന്നത് വളരെ സമ്പത്ത്. സാധാരണ ഒരു മനുഷ്യൻ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ കിടക്കുന്ന ഒരു രോഗിയെ കാണാൻ പോവുകയാണ് എങ്കിൽ ഒരു സമയത്ത് സന്ദർശന സമയത്ത് ഒരാളെയെ പ്രവേശിപ്പിക്കുകയുള്ളൂ. അങ്ങനെ പ്രവേശിപ്പിച്ചാൽ തന്നെ അയാൾ മാസ്ക് ധരിച്ചിരിക്കണം, അവിടെ നിന്ന് കൊടുക്കുന്ന ഗൗൺ അണിഞ്ഞിരിക്കണം, അദ്ദേഹത്തിൻ്റെ കൈ അണുവിമുക്തമാക്കിയിരിക്കണം, അവിടെയുള്ള സ്റ്റാഫും ഇതേ വസ്ത്രങ്ങളും ഗ്ലൗസും ഒക്കെ ധരിച്ച ആളുകളായിരിക്കും. ഒരു തരത്തിലും അതീവ പരിചരണം ആവശ്യമുള്ള രോഗിക്ക് അണുബാധ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയിലാണല്ലോ നമ്മുടെ ആശുപത്രികൾ ഇങ്ങനെ നിഷ്കർഷ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ VIP സന്ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊന്നും പാലിക്കപ്പെടില്ല. കുറേ അധികം ആളുകൾ അറ്റ് എ ടൈം ഈ പറയുന്ന CCU യൂണിറ്റിലേക്ക് കയറുന്നു. തുടർന്ന് ഒരുപക്ഷെ അണുബാധ പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ ഇത് ഇങ്ങനെയുള്ള വാദങ്ങൾ വരുമ്പോൾ ആർക്കെതിരെ, ആരുടെ സന്ദർശനത്തിനെതിരെ സംസാരിക്കുന്നു എന്നതിനപ്പുറത്ത് ഇക്കാര്യത്തിലൊരു പൊതു മാനദണ്ഡം വേണം എന്നതിലേക്ക് ചർച്ച വരേണ്ടേ? താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യം പ്രസക്തമാണെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ ഡോക്ടർ അജിത്ത് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയാണ്, ആ ആശുപത്രി ഉൾപ്പെടെയുള്ള പല ആശുപത്രികളും, സർക്കാർ ആശുപത്രികളിൽ ഞാനൊരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ പലപ്പോഴും പോയിട്ടുള്ളപ്പോൾ ഡോക്ടർമാർ അനുശാസിക്കുന്ന നിലയിൽ അവർ പറയുന്ന സമയത്ത് അവർ അനുശാസിക്കുന്ന വേഷവിധാനത്തോടു കൂടി മാത്രമാണ് ഞാൻ ഉൾപ്പെടെ വാസ്തവത്തിൽ അത്തരത്തിലുള്ള ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക്, എൻ്റെ അടുത്ത ബന്ധു ഉൾപ്പെടെ ഇത്തരത്തിൽ ആശുപത്രിയിൽ അടുത്തിടെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടത് തന്നെ ഒരു 3 ദിവസം മുമ്പാണ്. അദ്ദേഹത്തിൻ്റെ കസിനാണ്. ഞാൻ പോകുമ്പോൾ പോലും ഞാൻ ഡോക്ടർമാർ അനുശാസിച്ച, അവർ നിർദ്ദേശിച്ച രീതിയിലുള്ള വസ്ത്രം ധരിച്ചാണ് അതിനകത്ത് ഞാൻ കയറുന്നത്, എൻ്റെ ചെരുപ്പെല്ലാം പുറത്ത് ഊരിയിട്ടിട്ട്. ഇവിടെ ഇപ്പോൾ ഈ VVIPമാരുടെ ഇത്തരത്തിലുള്ള ഒരു വരവിനെ സംബന്ധിച്ച് നമ്മൾ അതിൻ്റെ ഒരു ചർച്ചയിലേക്ക് പോകുന്നത് ശരിയല്ല. കാരണം ആ ഒരു ദുരന്തം, ഈ ദുരന്തം വാസ്തവത്തിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വെടിക്കെട്ട് ദുരന്തമാണ് ഈ സംഭവിച്ചിട്ടുള്ളത്. ഡോക്ടർ അജിത്തിനെ പോലുള്ളവരുടെ ഭാഷ്യത്തിൽ പറയുകയാണെങ്കിൽ 5000 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്കുള്ള വല്ലാത്ത താപനില അവിടെ ഉയരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ DNA പരിശോധന നടത്തിയാൽ പോലും നമുക്ക് തെളിവുകൾ ഏതെങ്കിലും ലഭ്യമായാലേ അവിടെ നടത്താൻ കഴിയുള്ളൂ. മനുഷ്യൻ ഉരുകിപ്പോകുന്ന ഒരു നിലയിലേക്ക് എത്തിയാൽ ഇങ്ങനെ ഈ സിംപ്ലി ഡിസപ്പിയറിംഗ് എന്ന് പറയുന്നത് പോലെ, വാനിഷിംഗ് എന്ന് പറയുന്നത് പോലെ അപ്രത്യക്ഷരാക്കപ്പെടുന്ന മനുഷ്യരുടേതായിട്ടുള്ള എങ്ങനെയാണ് കണ്ടെത്താനായി കഴിയുക? ഇത് നടന്നത് കൊല്ലം ജില്ലയിലാണെങ്കിലും എൻ്റെ മണ്ഡലത്തിൽ, ഞാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഞാൻ 3:30 മണിക്ക് ശേഷം ഞാൻ ഓടുന്നത് മരണവീടുകളിലേക്കാണ്. അർദ്ധരാത്രി 12 മണി കഴിയുമ്പോഴും ഞാൻ മരണവീടുകളിലാണ്. ഒരൊറ്റ ദിവസം 17 മരണവീടുകളിൽ എത്തേണ്ടി വന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രണ്ടാമത്തെ ദിവസം ഞാൻ ഓടുന്നത് എൻ്റെ മണ്ഡലത്തിൽ മാത്രം ഒരു 2 ഡസനോളം പേർ ഈ വിധത്തിൽ മരണപ്പെട്ടു പോയവരുണ്ട്. അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമുദായങ്ങളിലും മതങ്ങളിലും പെട്ടവരും അവരെല്ലാവരും തന്നെ ഏറ്റവും
പാവപ്പെട്ടവരുമാണ്. ആളറിയാതെ ശരീരം മാറി ദഹിപ്പിച്ചതടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു ആശുപത്രിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഏറ്റവും മുന്തിയ പരിഗണന രോഗിക്ക് തന്നെയായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവിടെ അത്തരം കാര്യങ്ങളിൽ രോഗിയെയും കൂട്ടിരിപ്പുകാരെയും ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും എൻ്റെ ചങ്ങാതി പത്മകുമാറിൻ്റെയും എൻ്റെ സുഹൃത്ത് ബിന്ദുകൃഷ്ണയുടെയും അടക്കം നേതാക്കളോട് പറയുവാൻ ഡോക്ടർമാർക്ക് കൃത്യമായ അതിനുള്ള അധികാരമുണ്ട്, ഉണ്ടായിരിക്കണം. അവരാണ് അതിൻ്റെ പരമാധികാരി. കാരണം ഇവിടെ ജീവൻ കൈകാര്യം ചെയ്യുന്നത് ആ ഡോക്ടർമാരാണ്. ഒരു VIP-യുടെ കൂടെ, അതല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡന്റ് തന്നെ ആവട്ടെ, കൂടെ എത്ര വിദഗ്ധരായ ഡോക്ടർമാർ വന്നിരുന്നാലും ഒരു പേഷ്യൻറ്റിനെ കയ്യിലേക്ക് കിട്ടിയ നിമിഷം മുതൽ ആ പേഷ്യൻറ്റിൻ്റെ, ആ രോഗിയുടെ നാഡി മിടിപ്പുകളും ആ കേസ് ഹിസ്റ്ററി മുഴുവൻ അറിയാവുന്നത് ഈ ഡോക്ടർക്കാണ്. ഈ ഡോക്ടർ വെറും MBBS ഡോക്ടറായിരിക്കാം, ചിലപ്പോൾ വെറും ഒരു MSO MDO ഉള്ള ഒരു ഡോക്ടറായിരിക്കാം. വന്ന ഡോക്ടർ ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റിയും ചിലപ്പോൾ വിദേശത്ത് പഠിച്ച ആളുമായിരിക്കാം. ആ മനുഷ്യൻ്റെ കയ്യിലേക്ക് കിട്ടുന്നതിന് മുമ്പ് ഈ രോഗിയെ കിട്ടിയത് ഇവിടെ ഈ അമ്മയുടെ കയ്യിലെ കുഞ്ഞിനെ പോലെ പരിപാലിക്കുന്നത് ഈ ഡോക്ടർമാരും നഴ്സുമാരുമാണ്. അവരാണ് ആധികാരികമായി പറയേണ്ടത്. ഇവിടെ ഗൈഡ് ലൈൻസിന്റെ കുറവ് കൊണ്ടല്ല, ഉള്ളത് കാറ്റിൽ പറത്തപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കാണുകയാണ്. പക്ഷേ SPG പ്രൊട്ടക്ഷൻ ഉള്ള വലിയ VIP-കൾ വരുമ്പോൾ ഈ പറയുന്ന ഡോക്ടർക്ക് എന്തെങ്കിലും അധികാരമുണ്ടോ? ഇതേ പാടുള്ളൂ എന്ന് പറഞ്ഞ ഡോക്ടർമാരെ SPG-ക്കാർ ഉന്തി മാറ്റി എന്നാണ് ആ ഡോക്ടർ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആശുപത്രിയിൽ ഡോക്ടറാണ് രാജാവ്, അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ നടക്കൂ ആര് വന്നാലും എന്ന് കരുതാനാകുമോ? ഒരിക്കലുമില്ല. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ സാധിക്കുകയില്ല. ഞാൻ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ നടത്തിയിട്ടുണ്ട്. ഒരു സംഭവം ഞാൻ പറയാം, വളരെ ഇതായിട്ട് പറയാൻ പറ്റില്ല. ഹരിപ്പാടിൻ്റെ അടുത്ത് കരുവാറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബസ് അപകടം ഉണ്ടായി. വൈകുന്നേരം 4 മണിയോടടുത്ത സമയത്താണ് അപകടം ഉണ്ടായത്. ബസ് ഒരു വീട്ടിലേക്ക് ഓടിക്കയറി 5 പേര് മരിച്ചു. 5 ബോഡിയും അപ്പം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരിക. അന്ന് കോൺഗ്രസിൻ്റെ ഭരണം, ഉമ്മൻചാണ്ടി ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. ഈ പോസ്റ്റ്മോർട്ടത്തിന് അന്ന് ഡോക്ടർമാർ ഞായറാഴ്ച ദിവസമാണ്. ഒരു ഡോക്ടറേ ഉള്ളൂ. അയാൾ കാലത്തോട്ട് പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 പേരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 5ാമത്തെ ബോഡി ടേബിളിൽ കയറ്റിയേക്കുമ്പോഴാണ് 4 ബോഡിയും കൂടി വരുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ നിയമം അനുസരിച്ച് വൈകുന്നേരം 5 മണിക്ക് ശേഷമോ 6 മണിക്ക് ശേഷം സൂര്യാസ്തമയത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം പാടില്ല എന്നാണ്. ഈ ചെറുപ്പക്കാരനായ ഡോക്ടർ, അയാൾ ഞങ്ങളുടെ നാട്ടുകാരനാണ്, പറവൂർക്കാരനാണ്, ഒരു പ്രമുഖ മാർക്സിസ്റ്റ് നേതാവിൻ്റെ വളരെ അടുത്ത ബന്ധു കൂടിയാണ്. ഇയാൾ ഈ പാഠപുസ്തകത്തിൽ പഠിച്ച നിയമങ്ങൾ അയാൾക്ക് അറിയാവൂ. മാത്രമല്ല അയാളെ പഠിപ്പിച്ച പ്രൊഫസർ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും 6 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്താനേ പാടില്ല എന്ന് കർക്കശമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ബോഡി കൊടുത്തു. ആ സമയത്ത് KC വേണുഗോപാലാണ് ആലപ്പുഴയിലെ MLA. അന്ന് അദ്ദേഹം മന്ത്രിയും കൂടിയാണ്, ടൂറിസം മന്ത്രിയാണ്. KC വേണുഗോപാൽ വിളിച്ചു പറഞ്ഞു ഇപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം 4 പേരും ചെയ്ത് കൊടുക്കണം എന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങളെ പഠിപ്പിക്കുന്ന കിതാബിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്, വൈകുന്നേരത്തിന് 4 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്താൻ പറ്റില്ല. ഇയാളെ അപ്പം തന്നെ സസ്പെൻഡ് ചെയ്തു. 6 മണിക്ക് ശേഷം നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. പിന്നെ എങ്ങാട്ട് നോക്കെ 3-4 പേരെ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം അറിയാൻ പാടാത്ത ആൾക്കാർ, പിന്നെ ബസ് അപകടത്തിലായതുകൊണ്ട് ആർക്കും പരാതിയില്ല. പോസ്റ്റ്മോർട്ടം അറിയാൻ പാടാത്ത ആൾക്കാർ പോസ്റ്റ്മോർട്ടം ചെയ്തായിട്ട് പ്രഖ്യാപിച്ച് ബോഡി വിട്ടുകൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ ഡോക്ടർമാരെന്നും പറഞ്ഞ ഈ രാജ്യത്ത് ഒരു വിലയുമില്ല, മനസ്സിലായില്ലേ? നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വേറെ രീതിയിലാണ്. ഇവിടെ എന്താ ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയും DGP തമ്മിലുള്ള തർക്കം നടക്കുന്നത്? ഇതിന് വരാത്തൊരു വിഭാഗമുണ്ട്, അത് രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഇതിങ്ങനെ സമ്മർദ്ദം ചെലുത്തിട്ടില്ലേ വെടിക്കെട്ടിന് അനുവാദം കൊടുത്തത്, അല്ലാണ്ട് SP-ക്ക് വേറെ അയാൾക്ക് അല്ല വ്യക്തിപരമായിട്ട് എന്തെങ്കിലും താല്പര്യമുണ്ടോ? പോലീസ് കമ്മീഷണർക്ക് രാഷ്ട്രീയ താല്പര്യം, വെടിക്കെട്ട് നടത്തുന്നത് കമ്മീഷണർക്ക് താല്പര്യമില്ല, കളക്ടർക്ക് താല്പര്യമില്ല, രാഷ്ട്രീയക്കാർ സമ്മതിക്കില്ല. ഇത് ഞാൻ വേറൊരു ഉദാഹരണം പറയും. ഈ വെടിക്കെട്ടിൻ്റെ കാര്യം പറയുമ്പോഴാണ് സത്യത്തിൽ അത് പറയാനാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഞങ്ങളുടെ നാട്ടിൽ വിളിച്ച് വിളികേട്ട സെബസ്റ്റ്യാനോസ് പുണ്യാളെന്ന് പറഞ്ഞ ഒരാളുണ്ട് കാഞ്ഞൂർ പള്ളിയിൽ. ശക്തൻ തമ്പുരാൻ്റെ കാലത്തോട്ട് വെടിക്കെട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പണ്ടൊക്കെ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 3 ദിവസമാണ് വെടിക്കെട്ട്. നല്ല കാര്യമാണ്. 12 കിലോമീറ്റർ അകലെ എൻ്റെ വീട്ടിൽ നിന്ന് കേൾക്കാം അവിടെ പൊട്ടുന്ന പൊട്ട്. അപ്പോൾ പൊട്ടിൻ്റെ കാഠിന്യം എന്താ നിങ്ങൾ ഊഹിച്ചോ? കഴിഞ്ഞ കൊല്ലമല്ല, കഴിഞ്ഞിട്ട് മുമ്പത്തെ കൊല്ലം KV തോമസ് മാഷ് കേന്ദ്രമന്ത്രിയായിരിക്കണം, മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കും. ഇപ്പോൾ 3 ദിവസമാണ്. 3 ദിവസം. ആദ്യത്തെ ദിവസം വെടിക്കെട്ടിന് ഒരു ഗുണ്ട് മുകളിലേക്ക് പോയിട്ട് താഴത്തേക്ക് വന്ന് പൊട്ടി, ഒരാളുടെ നെഞ്ചത്ത് വീണ് അയാൾ മരിച്ചു. അപ്പോൾ നമ്മുടെ ഷെയ്ഖ് ഫരീദാണ് എറണാകുളം ജില്ലാ കളക്ടർ. ഷെയ്ഖ് ഫരീദ് ബാക്കി 2 ദിവസത്തെ വെടിക്കെട്ടിനുള്ള അനുമതി റദ്ദാക്കി. പക്ഷേ പള്ളി വികാരി എന്ത് ചോദിച്ചാൽ പ്രൊഫസർ KV തോമസിനെ വിളിച്ചു ഡൽഹിക്ക്, ഇവിടെ വെടിക്കെട്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ്, അത് ഉടനെ റിസ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു. തോമസ് മാഷ് ഉടനെ രമേശ് ചെന്നിത്തല വിളിച്ചു, ചെന്നിത്തല കളക്ടറെ വിളിച്ചു. അങ്ങനെ ഷെയ്ഖ് ഫരീദ് പിൻവലിച്ച അനുമതി പുനഃസ്ഥാപിച്ചു. 2-ാം ദിവസം വെടിക്കെട്ടെടുത്തി. അപ്പോൾ എന്ത് പറ്റി? വേറൊരു ഗുണ്ട് ആകാശത്തേക്ക് വിട്ട് താഴത്തേക്ക് വന്നു. ഇത് ഭൂഗുരുത്ത ബലമുള്ളത് താഴത്തേക്ക് വന്നു. ഒറ്റപ്പൊട്ട് 24 പേര് ദേഹം എടുക്കണം ആശുപത്രി.
അത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. 3-ാം ദിവസം ഷെയ്ഖ് ഫരീദ് ശക്തമായിട്ട് തീരുമാനിച്ചു, ഉമ്മൻചാണ്ടി വിളിച്ചാലും ഞാൻ അനുവാദം നൽകുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് 3-ാം ദിവസം വെടിക്കെട്ട് തടസ്സപ്പെട്ടു. ഇടവകക്കാർക്ക് ഭയങ്കര സങ്കടമായി. ഇടവകക്കാർക്ക് വികാരി അച്ഛനും ഉറക്കമില്ലാണ്ടായി. 3-ാം ദിവസം വെടിക്കെട്ട് തടസ്സപ്പെട്ടില്ലേ? ഇതാണ് ആളുകളുടെ ചിന്താഗതി. ഞാനിപ്പോൾ തോമസ് മാഷിനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ ഷെയ്ഖ് ഫരീദിനോ മോശക്കാരനൊക്കെ വേണ്ടി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന രീതി ഇതാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ഈ വെടിക്കെട്ട് നടന്നത്. പോലീസ് കമ്മീഷണർ എന്തുകൊണ്ടാണ് അനുവാദം കൊടുത്തത്? രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് തന്നെയാണ്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. തീർച്ചയായും ഞാനത് അംഗീകരിക്കുന്നു. ഡോക്ടർ അജിത് കുമാർ, തീർച്ചയായും താങ്കൾ അവിടെ ഉണ്ടായിരുന്ന സമയത്തെ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യത്തിലെ ബോധ്യം താങ്കളെ സംബന്ധിച്ചുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ദീക്ഷിക്കേണ്ട കുറേ മര്യാദകൾ ഉണ്ടല്ലോ, അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം നമ്മളെ സംബന്ധിച്ചുണ്ടോ? ആശുപത്രികളിൽ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ ഇത്തരം കാര്യങ്ങൾ, ഈ റെസ്ട്രിക്ഷൻസ്, നമ്മൾ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ICUവിലൊക്കെ കയറുമ്പോൾ ഉള്ള പരിമിതികൾ എന്തൊക്കെയാണോ അതൊക്കെ ഉറപ്പുവരുത്താൻ, ഒരു തരത്തിലും അണുബാധ ഉണ്ടാകരുത് പുറത്തുനിന്ന് എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ ഇപ്പോൾ? അല്ല, അത് തീർച്ചയായും ഉണ്ട്. നമ്മുടെ ബേൺസ് ICU എന്ന് പറയുന്നത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ബേൺസ് ICU എന്ന് പറയുന്നത് ഏകദേശം ഒരു ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ബേൺസ് ICU ആണ്. അവിടെ പുറത്തുനിന്നും ഒരാൾ അകത്ത് പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഡോക്ടർമാർ പെർമിറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ അത് നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കും. നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മുടെ ഇവിടെയുണ്ട്. നമ്മൾ അനലൈസ് ചെയ്യേണ്ട കാര്യമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കോൺട്രിബ്യൂഷൻ ഈ ഒരു ഈവന്റിനെ ഫേസ് ചെയ്യുന്നതിന് എങ്ങനെയായിരുന്നു. അതിൽ എത്ര എക്സ്പേർട്സിന്റെ ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ചർച്ചയിലൂടെ ഇപ്പം അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞല്ലോ ഡോക്ടർമാർക്ക് വിലയില്ല. ഡോക്ടർമാർക്ക് വിലയുണ്ട്. ഡോക്ടർമാർ പറഞ്ഞത് തന്നെയാണ് അന്ന് അവിടെ വന്ന് പ്രധാനമന്ത്രിയും ഗവർണറും ഇപ്പം ബാക്കി നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നാലും CM ആയിരുന്നാലും എല്ലാവരും പ്രാവർത്തികമാക്കിയത്. നമുക്കൊരു ചർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ശൂന്യതയിൽ നിന്ന് ഒരു വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇതിനെ ചർച്ച ചെയ്യാം. നമ്മൾ ഇവിടെ ഈ ഒരു ചർച്ചയിലൂടെ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അപകടത്തിൽ വിക്ടിംസിന്റെ റീഹാബിലിറ്റേഷനെ പറ്റി നമ്മൾ ആരും സംസാരിക്കുന്നില്ല. നമ്മൾ ഈ നടന്ന ഇഷ്യൂവിനെ പറ്റി മാത്രമേ സംസാരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നൊരു വിവാദം ഉണ്ടാക്കുകയാണ്. അപ്പം എല്ലാ ഹോസ്പിറ്റൽ ICUവിലും ഒരു VIPയോ അല്ലെങ്കിൽ VVIPയോ കയറണമെങ്കിൽ അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്. അത് ആ VVIPയുടെ കൂടെ ഉത്തരവാദിത്തമാണ് പറയുന്ന ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. ഇവിടെ ഞാൻ അവിടെ നിന്ന് എന്ന് വിചാരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിയെ കാണുന്നത് തന്നെ. ഈ പൊതുവേ നമ്മളൊരു നേതാക്കന്മാർ വന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു സിന്താവ് വിളിക്കുകയും ജയ് വിളിക്കുകയും ഒക്കെ ഒരു അനുഭവമുണ്ട്. പക്ഷേ അന്ന് അവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിലെ ജനത, എനിക്ക് മനസ്സിൽ ഒരു കേരളീയനായിട്ട് പോലും എനിക്കൊരു ബഹുമാനം തോന്നിയത്. ആരും ഒരു ജയ് വിളിക്കുകയോ ഒരു ബഹളമുണ്ടാക്കിയോ ഒരു നേതാക്കന്മാർ വന്നപ്പോഴും ചെയ്യുന്നില്ല. എല്ലാവരും അത്രത്തോളം വളരെ മാനുഷികമായ ഒരു രീതിയിലാണ് അന്നത്തെ അവിടുത്തെ ആ ചടങ്ങിനോട് റിയാക്ട് ചെയ്ത്. ഡോക്ടർമാർ അവരുടെ പരമാവധി ശ്രമിച്ചു. ഇപ്പൊ ഈ ഒരു കോൺട്രവേഴ്സി വരുന്നതിലൂടെ ഈ 7 ദിവസമായിട്ട്, അതായത് 6 ദിവസമായിട്ട് ഉണ്ടാകാത്ത ഒരു ഇഷ്യൂവിനെ ഇന്ന് നമ്മൾ ചുമ്മാ ചർച്ച ചെയ്യുകയാണ്. ഇതിനു വേണ്ടി രാപ്പകൽ പരിശീലിച്ച അല്ലെങ്കിൽ പ്രയത്നിച്ച ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് മിനിസ്റ്റർ തിരിഞ്ഞു നിന്ന് ഈവൻ എന്താ പറയുക, നമ്മുടെ ഈ ക്ലീനേഴ്സിനോട് പോലും അവരുടെ ജോലി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എന്റെ ഒരു മുതിർന്ന ഒരു അധ്യാപകൻ, അതൊരു ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്, അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞതാണ്. താങ്കൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ അങ്ങനെ മറ്റൊന്നും നോക്കാതെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും അവർക്ക് ചില അസൗകര്യങ്ങൾ നേരിട്ടു സന്ദർശനങ്ങൾ മൂലം എന്നുള്ള പ്രശ്നം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. അവർ ഊണും ഉറക്കവും ഇല്ലാതെ, മറ്റ് കാര്യങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ സമയം ഇതിനുവേണ്ടി ചെലവഴിച്ചു എന്നുള്ള കാര്യം എല്ലാ അർത്ഥത്തിലും അഭിനന്ദനാർഹമാണ്. അത് വലിയ സേവനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആരെ സംബന്ധിച്ചും ഇല്ല. അക്കാര്യത്തിൽ താങ്കൾ തെറ്റായി അത് മനസ്സിലാക്കരുത്. അതെ, ശ്രീ JR പത്മകുമാർ, ഒപ്പം ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വിവിധ ഡോക്ടർമാരെ ഉദ്ധരിച്ചുകൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പൊള്ളലേറ്റ് കിടന്ന ആളുകളെ സ്പർശിക്കുന്നത് പോലും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്നാണ്. അങ്ങനെ ആകുമ്പോൾ അവിടെയുള്ള ഫോട്ടോഗ്രാഫർമാർ സാന്ത്വന സ്പർശം എന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുത്ത് പിറ്റേന്ന് പത്രത്തിൽ കൊടുക്കും. പക്ഷേ ഇതിന് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ VIP സന്ദർശനമായാലും VVIP സന്ദർശനമായാലും ഇക്കാര്യത്തിലൊക്കെ വളരെ കർശനമായ ഒരു മാനദണ്ഡം വേണം എന്നുള്ള കാര്യത്തിൽ താങ്കൾ യോജിക്കുമോ? അല്ല, അതിൽ ആർക്കും എതിർപ്പില്ല. അതിൽ ഇപ്പൊ അജിത്ത് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കുക. പ്രധാനമന്ത്രി അതുമായി ബന്ധപ്പെട്ട ആളുകൾ വന്ന സമയത്ത് അതിന്റെ ഗൈഡ് ലൈൻസ് എല്ലാം പാലിച്ച് തന്നെയാണ് മാസ്ക് ധരിച്ചു, കൈ വാഷ് ചെയ്തു, ആരും ടച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയില്ല. ഇത്രയൊക്കെ പാലിച്ച് ഇതെല്ലാം വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ചതിന് ശേഷം ഈ ഒരു വിവാദം ഉണ്ടാക്കുന്നത് എന്തിനാ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല.
ഒരു സംഭവം ഉണ്ടായില്ല. ഒരു പക്ഷേ ഒരു VIP ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടെ അത്യാസന്ന നിലയിൽ വേറെ ആളുകൾ ഉണ്ടാവില്ലേ? അന്നും ഈ പ്രശ്നങ്ങൾ, ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എല്ലാവരെയും തടയില്ലേ? അപ്പൊ ഇത് മാത്രം ഒരു വിവാദം ഉണ്ടാക്കുന്ന കാര്യം എന്താണ്? അങ്ങനെയാണെങ്കിൽ ഒരു VIP ഇനി ഇന്ത്യയിൽ ഒരു ഹോസ്പിറ്റലും സന്ദർശിക്കരുത് എന്നൊരു തീരുമാനം എടുക്കാൻ ഈ രാജ്യത്ത് കഴിയുമോ? അപ്പോൾ അങ്ങനെ ഒരിക്കലും കഴിയില്ല. ഒരു സ്ഥലവും VIP പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ ഒരു VIP പോകരുത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ VIP പോകരുത്, ആളുകളെയൊക്കെ തടയും, മറ്റു ഭക്തന്റെ പൂജ അവർ പൂജിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടും. അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഏത് VIP എന്നാലും ഒരു പരിഗണന കൊടുക്കുക. ഇപ്പോൾ സമ്പത്ത് MP, ബഹുമാനായ സമ്പത്ത് എന്റെ സുഹൃത്ത്, അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ചെന്നാൽ MP ആണെന്ന് പറഞ്ഞാൽ കയറ്റിവിടും. ഞാൻ അവിടെ ചെന്നാൽ എന്നെ തടയും. കാരണം ജനപ്രതിനിധികൾ പ്രാധാന്യമുണ്ട്. ആ VIP പരിഗണന എല്ലാ സ്ഥാനം, ഹോസ്പിറ്റലല്ല, എല്ലാ സ്ഥാനത്തും കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ ഞാൻ ചെന്നാൽ എന്നെ നിർത്തി സംസാരിക്കും, ജനപ്രതിനിധി എന്നാൽ ഇരുത്തി സംസാരിക്കും. ഇതൊക്കെ ഉള്ളതാണല്ലോ. നമുക്കറിയാലോ, ബിന്ദു കൃഷ്ണ ഒരു ചടങ്ങിൽ ബിന്ദു കൃഷ്ണയുടെ ബൈക്ക് ഓഫ് ചെയ്യാൻ പോയ ഒരു SIയോട് എങ്ങനെയാണ് പെരുമാറിയത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിയമം പാലിച്ച് 5 മണിക്ക് നിർത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നിർത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു വിവാദമാക്കിയത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായതുകൊണ്ട് ഇനി ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അക്കാര്യത്തിലെ എതിർപ്പുള്ളൂ. ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത് എക്സ്ക്യൂസ് ആണ്. പ്രധാനമന്ത്രി സന്ദർശനമായി കാണുകയേ വേണ്ട. ഏത് നേതാവ് വരുമ്പോഴാകട്ടെ അവിടെ ഈ പറയുന്ന സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യം പറഞ്ഞ് ഒരു തരത്തിലും ചികിത്സ നിഷേധിക്കുന്ന സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ VVIPമാർക്ക് ആശുപത്രിയിൽ വരാൻ പാടില്ല എന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെ ഉണ്ടാവാത്ത കാര്യം ഉണ്ടെന്ന് വരുത്തുന്നതല്ല. ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രിയുടെ വരവ് കൊണ്ടാണോ ഇന്നൊരു ക്യാൻസർ പേഷ്യന്റ്, ഒരു ആദിവാസി സ്ത്രീ മരിച്ചത്, മരുന്ന് കിട്ടാത്തത്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇല്ല, പ്രധാനമന്ത്രിയുടെ വരവ് കൊണ്ട് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി എന്നുള്ള തരത്തിൽ താങ്കൾ അതിനെ കാണേണ്ട. അതിനൊരു പൊതുവിഷയമായി കണ്ടാൽ മതി. ശ്രീ JR പത്മകുമാർ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇതിപ്പോൾ രാഹുൽ ഗാന്ധി പരവൂരിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിയോ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു മന്ത്രി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളോ എന്നതിനപ്പുറത്ത് ഒരു ജാഥ പോലെ നേതാവിൻ്റെ ഒപ്പം ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി വരുന്നതാണ് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഈ ആശുപത്രി ജീവനക്കാർക്കും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ ഉണ്ടാക്കുന്നത്. നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ ഇതൊരു ആശുപത്രിയാണ്, അതല്ലാതെ ഒരു ഫോട്ടോ ഓപ്പിനുള്ള ഒരു സംഗതിയല്ല എന്ന് മനസ്സിലാക്കിയാൽ ഈ പ്രശ്നമില്ലല്ലോ. അഭിലാഷ്, അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ചൊരു ജാഥ പോലെ വരാൻ പറ്റുന്നതല്ലല്ലോ VVIPമാരുടെ വാഹന വ്യൂഹം എന്ന് പറയുന്നത്. പുറ്റിങ്ങൽ ദുരന്തഭൂമി സന്ദർശിച്ചതിന് ശേഷം ശ്രീ രാഹുൽ ഗാന്ധിജി കൊല്ലത്തേക്ക് വരുമ്പോൾ പരിമിതമായ നേതാക്കന്മാർ മാത്രമേ അദ്ദേഹത്തിനോടൊപ്പം വന്നുള്ളൂ. കൊല്ലത്ത് കാത്തുനിന്ന് കുറച്ച് നേതാക്കന്മാർ കൂടി ഉണ്ടായിരുന്നു. അതിൽ ചുരുക്കം ചില ആളുകളെ മാത്രമേ പോലീസ് അകത്തേക്ക് കടത്തിവിട്ടുള്ളൂ. വളരെ സുദീർഘമായി ഞാൻ ഓർക്കുകയാണ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അടക്കം അവിടെ തടഞ്ഞു എന്ന് പിന്നീട് ആളുകൾ പറഞ്ഞ് കേൾക്കാനിടയായി. പരമാവധി ആളുകളെ തടഞ്ഞുകൊണ്ട് പോലീസ് കുറച്ച് ആളുകളെ മാത്രമേ വാർഡിലേക്ക് കയറ്റി വിട്ടുള്ളൂ. അത് തന്നെ ഞാൻ കണ്ട മറ്റൊരു ദൃശ്യം എന്ന് പറയുന്ന ഒരു വാർഡിൽ കുറെ ആളുകൾ കിടക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 7-8 പേരെ കണ്ടിട്ട് അദ്ദേഹം തിരിഞ്ഞ് മറ്റുള്ളവരെ കൈവീശി പോകാൻ ഒരുങ്ങിയപ്പോൾ അടുത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ച് ഒരു രോഗി വിളിച്ച് വീണ്ടും അദ്ദേഹം അടുത്തേക്ക് പോകുന്നത് കാണാനിടയായി. ജനങ്ങൾക്ക് ആശ്വാസമാണ്. TV ചാനലിൽ മാത്രം കണ്ട് പരിചയമുള്ള ദേശീയ നേതാക്കന്മാർ, അവർ ഓരോരുത്തരെയും കാണുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ വികാരങ്ങൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു അടുപ്പ്, അവരെ അന്വേഷിച്ച് വന്നല്ലോ എന്നുള്ള സന്തോഷം അത് ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതിന് മറ്റു തരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. പിന്നെ ശ്രീ JR പത്മകുമാർ പറയുണ്ടായി പോലീസുകാരനോട് എങ്ങനെ പെരുമാറിയെന്ന്. ജനങ്ങളോട് മോശമായി പെരുമാറുന്ന പോലീസുകാരോട്, അധികാര ദുർവിനിയോഗം നടത്തുന്ന ആളുകളോട് ചിലപ്പോൾ ജനപക്ഷത്ത് നിൽക്കുന്നവർക്ക് രൂക്ഷമായി പ്രതികരിക്കേണ്ടി വരും. അത് ആ സാഹചര്യങ്ങൾ അനുവദിക്കുന്നല്ല. മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് മാത്രമല്ല, അതെന്താണെന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കറിയാം. അതിനൊക്കെ എല്ലാത്തിനെയും രാഷ്ട്രീയ കണ്ണുകളോടെ മാത്രമേ കാണൂ എന്നുള്ളെങ്കിൽ ഞങ്ങൾ എങ്ങനെ കാണണമായിരുന്നു? പ്രധാനമന്ത്രി വന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തല്ലോ. ഞങ്ങൾക്കൊരു ദുരന്തമുണ്ടായപ്പോൾ, നമ്മുടെ നാട്ടിലൊരു ദുരന്തമുണ്ടായപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു, രാഹുൽ ഗാന്ധിജി വന്നു, സീതാറാം യെച്ചൂരിജി വന്നു, അതുപോലെ കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാർ വന്നു. പരവൂരും ചാത്തന്നൂരും ഉൾപ്പെടുന്ന ഈ പ്രദേശങ്ങൾ, ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ വളരെ സഹർഷമാണ്. ആദരവോടുകൂടിയാണ് അവരെയൊക്കെ സ്വാഗതം ചെയ്തത്. എന്തെങ്കിലും ചെറിയ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങൾ അത് പരിഹരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ VVIP സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ പരാതി ഉയർത്തിയിരിക്കുകയാണ്. അത് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ തന്നെ, DHS തന്നെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നു. VVIP സന്ദർശനം കൊണ്ട് ചികിത്സ മുടങ്ങുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ICU യൂണിറ്റുകളിലും അതുപോലെ തന്നെ വാർഡുകളിലും കടക്കാൻ കഴിയാത്തത്ര ബുദ്ധിമുട്ട്
ആ അപകടം മഹാദുരന്തം നടന്ന അന്ന് വൈകിട്ട് 3 മണി മുതൽ രാത്രി 9 മണി വരെ ഉണ്ടായി എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യമാണ് ഡോക്ടർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് പല വശങ്ങളുണ്ട്. അതേസമയം തന്നെ അവിടെ ആശുപത്രികളിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് സംഭവസ്ഥലത്ത് എത്തിയ രാഷ്ട്രീയ നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ഉദ്ദേശശുദ്ധിയെയും നന്മയെയും ഇക്കാര്യത്തിൽ ആരും സംശയിക്കുന്നുമില്ല. അതേസമയം തന്നെ ഇതിനൊക്കെ ഒരു മാനദണ്ഡവും മര്യാദയും ഉണ്ടാകുന്നത് കൂടുതൽ നന്നാകുമെന്ന് മാത്രം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ എ സമ്പത്ത്, ശ്രീ JR പത്മകുമാർ, ഡോക്ടർ അജിത് കുമാർ, ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ.